എൻ്റെ ചാനലിൽ ഒരുപാട് വ്യൂസ് വന്നിരുന്നൊരു കാലമുണ്ട്. ഒരു ഒരു 2-3 ആഴ്ച മുമ്പ് വരെ നല്ല വ്യൂസ് ആയിരുന്നു. പിന്നീടാണ് വ്യൂസ് ഇങ്ങനെ കുറയാൻ തുടങ്ങിയത്. അപ്പോഴാണ് ഓരോ അനലറ്റിക്സിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പോൾ ഓരോന്നും പറയുന്നത് നമ്മൾ ഇപ്പം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു, ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതല്ലാതെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യൂട്യൂബിലെ നമ്മൾ അനലറ്റിക്സ് എടുത്ത് നോക്കാറാണ് പതിവ്. നമ്മുടെ ചാനലിൽ കയറി ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഇപ്പുറത്തുള്ള അനലറ്റിക്സിലെടുത്ത് നമ്മുടെ വീഡിയോസിന് എത്ര വ്യൂസ് ആയി എന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. നമുക്ക് എന്തിനാണ് YT സ്റ്റുഡിയോ തന്നേക്കുന്നത്? അതിൽ നമ്മൾ ഇത് നോക്കാനല്ലേ? നമ്മളെല്ലാവരും ഇതിൽ കയറി നോക്കും. അതിൽ നോക്കിയാൽ അതിൽ ഒരുപാട് അനലറ്റിക്സും നമ്മുടെ മറ്റേ ഓഡിയൻസ് റിട്ടൻഷനും ഒക്കെ കാണാൻ പറ്റും. എത്ര പേര് കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്തു, എൻഗേജഡ് ആയിട്ട്, അല്ലാതെ എത്ര പേര് ഇത് കണ്ടിട്ട് സ്വൈപ്പ് ചെയ്ത് വിട്ടു എന്നൊക്കെ കാണാൻ പറ്റും. അപ്പം എത്ര ഓഡിയൻസ് ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലെ എത്ര ഓഡിയൻസ് ഇത് കാണുന്നുണ്ട്, ഇതിനെ അവരൊരു താല്പര്യത്തോടെ എടുക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ അതിൽ കാണും. അപ്പോൾ നല്ല ഇത് അതിലുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നോക്കി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്ത് ഗ്രോ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെന്താണോ പറയുന്നത് ഇങ്ങനെ ചെയ്യണം, ഇല്ല ഇങ്ങനത്തെ കണ്ടന്റാണ് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇഷ്ടം, അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമുള്ള അതേപോലെ തന്നെ നമ്മളും അതേപോലെയുള്ള കണ്ടന്റുകൾ ഇടുക. അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ചിൽ നിന്നാണോ നിങ്ങൾക്ക് കിട്ടിയത്, അതോ ഷോർട്ട് ഫീഡ് ഇങ്ങനെ ഷോർട്ട് കാണുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടിയതാണോ, അതോ വീണ്ടും അത് കാണുന്നുണ്ടോ, ഇതൊക്കെ ആ അനലറ്റിക്സിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ അതെടുത്ത് നോക്കിയാൽ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചില വീഡിയോസ് ഇടുമ്പോൾ ഈ കണ്ടന്റിന് ആളില്ല, മറ്റേ കണ്ടന്റിനായിരുന്നു കൂടുതൽ ആളുകൾ വന്നിരുന്ന്, ഇതൊക്കെ അതിൽ കാണാൻ പറ്റും. നമ്മൾ ഓരോ വീഡിയോസും തമ്മിൽ അനലറ്റിക്സ് ചെയ്യാനും പറ്റും. അതിലെടുത്ത് നോക്കി അതിനനുസരിച്ച് നമ്മൾ വീഡിയോസ് ഇട്ടാൽ വീഡിയോസ് കയറി വരും. ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം വ്യൂസ് ഇപ്പോൾ കുറഞ്ഞ സ്ഥിതിക്ക് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് എന്താണ് ഇനി അതിൽ മാറ്റം വരുത്താനുള്ളത് എന്ന് പറഞ്ഞ് അതിൽ നോക്കുകയാണ്. അതേപോലെ മറ്റേ ഇത് സീസണായിട്ട്, അതായത് ഇപ്പം നിങ്ങളുടെ കസ്റ്റമേഴ്സൊക്കെ ഓഫീസേഴ്സോ അല്ലെങ്കിൽ ഒരുപാട് വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെയുള്ളവരാണ് നിങ്ങളുടെ ഈ സബ്സ്ക്രൈബേഴ്സ് എങ്കിൽ, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർക്ക് ഇതുണ്ടാവില്ല. അവർക്ക് വ്യൂസ് അവർ കാണാൻ ഇത് നിൽക്കില്ല. കാരണം അവർക്ക് പണിയുണ്ട്, അവർ പണിയെടുത്തുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. 9 തൊട്ട് 5 വരെ അവരിത് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അവരുടെ വർക്ക്. അപ്പോൾ അവർ കാണാനുണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴാണ് വീഡിയോ ഇടേണ്ടതെന്ന് വരെ നമ്മുടെ YT സ്റ്റുഡിയോയിലുണ്ടാവും. നമ്മൾ ഒരു 9 മണിക്ക് ഇട്ട വീഡിയോസിനാണ് കൂടുതൽ വ്യൂസ് കിട്ടിയത്. അതിലാണ് ആളുകൾ കൂടുതൽ എൻഗേജ്ഡ് ആയിട്ട് നിന്നത്. ബാക്കിയുള്ളതൊക്കെ സ്വൈപ്പ് ചെയ്ത് പോയേക്കാണ്. അപ്പോൾ രാവിലെ നമ്മൾ ഇട്ടാലോ, നമ്മുടെ ഒരു നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ അവരൊന്ന് ഇട്ട് നോക്കുമെന്നല്ലാതെ അതിങ്ങനെ സ്വൈപ്പ് ചെയ്ത് വിടുകയുള്ളൂ. കാരണം അവർക്ക് ഇതൊരു അതായത് ആ നേരമില്ല. അവർക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കുമല്ലോ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. അങ്ങനെയാകുമ്പോൾ അപ്പോൾ സീസൺ അനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളനുസരിച്ച് വേണം നമ്മളെപ്പോഴും ഈ യൂട്യൂബിൽ വീഡിയോസ് ഇടാൻ.